Hello everyone, welcome to Highquiz Learning and to our IGNOU BS Psychology Exam Marathon Series. IGNOU BS Psychology Exam Marathon Series in the 6th part we have 5 parts Introduction to Psychology in the first semester paper ഓരോ ബ്ലോക്കുകളും ഓരോ യൂണിറ്റുകളും അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണാം. നിങ്ങളുടെ എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ റിസോഴ്സസ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. എനിവേ ഇന്ന് 6th പാർട്ടിൽ നമ്മൾ അടുത്ത പേപ്പറിലേക്കാണ് പോകുന്നത്. അടുത്ത പേപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 4 പേപ്പേഴ്സ് ആണുള്ളത്. അതിലൊന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആണ്. രണ്ടാമത്തത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്ന പേപ്പറാണ്. മൂന്നാമത്തത് ബയോ സൈക്കോളജി ആണ്. നാലാമത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ അതിൽ രണ്ടാമത്തെ പേപ്പർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്ന പേപ്പറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് ബ്ലോക്ക്. ഇതുവരെ എക്സാം മാരത്തൺ സീരീസിൻ്റെ വീഡിയോസ് കാണാത്ത ആളുകൾക്ക് വേണ്ടി എന്താണ് എക്സാം മാരത്തൺ സീരീസ് എന്ന് പറയാം. എക്സാം മാരത്തൺ സീരീസിൽ നമ്മൾ IGNOU BS സൈക്കോളജിയുടെ എല്ലാ പേപ്പേഴ്സും ഫസ്റ്റ് ഇയറിലുള്ള എല്ലാ പേപ്പേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, 2 സെമസ്റ്ററിലെ എല്ലാ പേപ്പേഴ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലെ ഓരോ യൂണിറ്റുകളും അനലൈസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ചൊക്കെയുള്ള ഡിസ്കഷൻസും എക്സാം ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസുകളൊക്കെയാണ് നടത്തുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. എനിവേ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. So, most important questions from the individual differences paper, block 1. Individual differences paper in block 1. എന്താണ് പേഴ്സണാലിറ്റി എന്നും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഹ്യൂമൻ ബീങ് ഡിഫേർഡ് ആവുന്നതെന്നും അങ്ങനെയുള്ള കുറേ ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ ബ്ലോക്ക് 1 നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം നമ്മളിൽ 2 പേർ അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ഒരേ ഒരാളെ ലോകത്തുള്ളൂ, അത് നമ്മൾ മാത്രമാണെന്നുള്ളത്. പലപ്പോഴും നമ്മൾ ആളുകളുമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്, എന്ത് നിങ്ങൾ എന്നെ മനസ്സിലാക്കിയില്ല, അങ്ങനെ എന്താണ് അവൻ എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും കംപ്ലയിൻറ്റ് പറയാറുണ്ട്. പക്ഷേ ആക്ച്വലി അതൊരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മറ്റൊരാൾക്ക് നമ്മളെ മനസ്സിലാവുന്നത്ര നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ്. നിങ്ങളെ 100% മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ ലോകത്ത് നിങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ നിങ്ങളുടെ ഒരേ ക്വാളിറ്റീസ് ഒരേ ബിഹേവിയർ അതുപോലെ തന്നെയുള്ള ആകെയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ മറ്റൊരാൾ ഉണ്ടാവില്ല എന്നുള്ളത് 100% ലെവൽ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. ദർ വി ടേക്ക് ദ ടേം ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അഥവാ ആളുകൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ. അപ്പം അതിൽ തന്നെ നമ്മളെ മറ്റു വ്യക്തികളിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിലുള്ള ഒന്നാമത്തെ ഒരു മേജർ ഫാക്ടറാണ് പേഴ്സണാലിറ്റി എന്നുള്ളത്, പിന്നെയാണ് ഇൻ്റലിജൻസ് ലെവൽ എന്നുള്ളത്. അങ്ങനെ പല ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ ബീങ്സിലെ ഡിഫറൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പേപ്പറിൽ അഥവാ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്ന പേപ്പറിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് പേഴ്സണാലിറ്റിയും ഇൻ്റലിജൻസും തന്നെയാണ്. പേഴ്സണാലിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിലും ഇൻ്റലിജൻസിൻ്റെ ചില ഗ്ലിംസസ് പറഞ്ഞു പോകുന്നുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിൽ എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, എങ്ങനെയൊക്കെയാണ് ഇൻഡിവിജ്വൽസ് ഡിഫേർഡ് ആവുന്നതൊക്കെയാണ് മേജറായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആ 2 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒരു വോയിസ് ഓവറിൽ നോക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന 2 ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് വൺ ഡിസ്കസ് ദ ബിഗ് 5 ഫാക്ടർ തിയറി ഓഫ് പേഴ്സണാലിറ്റി എന്നുള്ളതാണ്. അഥവാ ബ്ലോക്ക് 1 ഒരു ക്വസ്റ്റ്യനാണ് ബിഗ് 5 ഫാക്ടറിനെ കുറിച്ച്. ഒരുപാട് പേഴ്സണാലിറ്റി തിയറീസിനെ കുറിച്ച്, ആൽപോർട്ടിൻ്റെ തിയറി, ഐസങ്കിൻ്റെ തിയറി, അങ്ങനെ കുറേ തിയറീസിനെ കുറിച്ച് ഒന്നാമത്തെ ബ്ലോക്കിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസിൽ ഒന്നാണ് ബിഗ് 5 ഫാക്ടർ തിയറി ഓഫ് പേഴ്സണാലിറ്റി എന്നുള്ളത്. കോസ്റ്റ് ആൻഡ് മെക്രെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മെക്രെയാണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ഒരു ഇൻട്രഡക്ടറി പാരഗ്രാഫ് എഴുതേണ്ടതാണ്. എന്തൊക്കെയാണ് ട്രൈറ്റ് തിയറീസ് എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഒന്ന് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് കുറേ തിയറീസ് എന്തുണ്ട് പേഴ്സണാലിറ്റിക്ക് ഉണ്ട് എന്നും ബിഗ് 5 ഫാക്ടർ പേഴ്സണാലിറ്റി തിയറി അതിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിയറി ആണെന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻട്രഡക്ഷനിലൊന്ന് ആഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ബിഗ് 5 പേഴ്സണാലിറ്റി ഫാക്ടർ തിയറിയെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. 1999 കോസ്റ്റയും മക്രെയുമാണ് ഈ ഒരു തിയറി ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തതെന്ന് പറയാം. ഇതിൽ പ്രധാനമായിട്ടും 5 ബേസിക് പേഴ്സണാലിറ്റി ട്രൈറ്റുകൾ അഥവാ ഹ്യൂമൻ ബീങ്സിന് പ്രധാനമായിട്ടും 5 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ട്രൈറ്റുകളാണ് ഉള്ളതെന്നും ആ 5 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സും ഏതെങ്കിലുമൊക്കെ ലെവലിൽ നമ്മളുടെ എല്ലാ ആളുകളുടെയും പേഴ്സണാലിറ്റിയിൽ ഉണ്ട് എന്നും അതിൽ വരുന്ന വേരിയേഷൻസിനനുസരിച്ചാണ് നമ്മളുടെ ഓവറോൾ പേഴ്സണാലിറ്റി ഡിസൈഡ് ചെയ്യപ്പെടുന്നത് എന്നുമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ബിഗ് 5 പേഴ്സണാലിറ്റി ഫാക്ടർ തിയറിയിലൂടെ കോസ്റ്റയും മക്രെയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 5 ഫാക്ടേഴ്സ് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സിനെ നമ്മൾ
പൊതുവെ വിളിക്കുന്നത് ആക്രോണിമി യൂസ് ചെയ്തുകൊണ്ടാണ്. ഓഷ്യൻ എന്നുള്ള ആക്രോണിമാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. ഓഷ്യനിൽ O ഡിനോട്ട് ചെയ്യുന്നത് ഓപ്പൺനെസ് ആണ്, C ഡിനോട്ട് ചെയ്യുന്നത് കോൺഷ്യൻഷ്യസ്നെസ് ആണ്, അതുപോലെ തന്നെ എക്സ്ട്രോവേർഷൻ, അഗ്രിയബിൾനെസ് ആൻഡ് ന്യൂറോട്ടിസിസം എന്ന് പറയുന്ന മറ്റ് 3 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് കൂടെ ഇതിൽ വരുന്നുണ്ട്. ഓപ്പൺനെസ് പ്രധാനമായിട്ടും നമ്മുടെ ഇൻ്റലിജൻസ്, ഇമേജിനേഷൻ, ഇൻസൈറ്റ്, ക്രിയേറ്റിവിറ്റി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ട്രേറ്റുകളാണ്. കോൺഷ്യൻഷ്യസ്നെസ് പൊതുവെ ബീങ് കെയർഫുൾ അഥവാ ഭയങ്കര കെയർഫുൾ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ കോൺഷ്യൻഷ്യസ്നെസ് കൂടുതലായിരിക്കും. തോട്ട്ഫുൾ ആയിരിക്കും കോൺഷ്യൻഷ്യസ്നെസ് കൂടുതലുള്ള ആളുകൾ. ഭയങ്കര ഓർഗനൈസ്ഡ് ആയിരിക്കും, ടൈമിങ് പങ്ക്ച്വൽ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അല്ലാത്ത ആളുകളോ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും. എക്സ്ട്രോവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഷ്യബിൾ, എനർജറ്റിക് ആൻഡ് എക്സൈറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ഈ എക്സ്ട്രോവേർഷൻ കൂടിയ ആളുകൾക്ക്. നമ്മൾ പൊതുവെ എക്സ്ട്രോവേർട്സ് എന്ന് പറയാറുണ്ടല്ലോ, അവർക്ക് പൊതുവെ ഈ എക്സ്ട്രോവേർഷൻ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഫാക്ടർ വളരെ ഹൈ ആയിരിക്കും. പിന്നെയാണ് അഗ്രിയബിൾനെസ് ഉള്ളത്. അഗ്രിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രസ്റ്റ്ഫുൾ ആയിരിക്കുക, ഭയങ്കര ഹെൽപ്പിംഗ് മൈൻഡ് ഉള്ള ആളുകളായിരിക്കുക, കൈൻഡ് ആയിരിക്കുക, അഫെക്ഷൻ ആയിരിക്കുക. അതൊക്കെ എന്താണ് ഈ അഗ്രിയബിൾനെസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ദെൻ ഫൈനൽ വൺ ആണ് ന്യൂറോട്ടിസിസം. ഇതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ട്രൈറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ന്യൂറോട്ടിസിസം കൂടുതൽ ആളുകൾ ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആവും, പെട്ടെന്ന് ഉത്കണ്ഠാകുലരാവും, അതുപോലെ തന്നെ പെട്ടെന്ന് വെറീഡ് ആവും, അങ്ങനെ നെഗറ്റീവായുള്ള കുറേ ഇമോഷൻസ്, സ്ട്രെസ്ഡ് ആവും. അതൊക്കെ അവരുടെ ക്യാരക്ടേഴ്സായിട്ട് പറയപ്പെടുന്നു. അപ്പോൾ ഈ 5 ഫാക്ടേഴ്സിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ഫാക്ടറും എടുത്തെടുത്ത് തന്നെ 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ SLMൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ യു ക്യാൻ റെഫർ വെരി വെൽ മൈൻഡ് വെബ്സൈറ്റ് ഓൾസോ. അതിലെന്ത് ചെയ്തിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് ഈ 5 ഫാക്ടേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ഈ ബിഗ് 5 ഫാക്ടർ തിയറിയിൽ നമുക്ക് എഴുതാനുള്ളത്. പിന്നീട് ലാസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആഡ് എ കൺക്ലൂഷൻ ബേസ്ഡ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് തിയറി. നിങ്ങൾ എന്താണോ ആ ഒരു തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായത്, അതിൻ്റെ ബേസിൽ ഒരു കൺക്ലൂഷൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബിഗ് 5 ഫാക്ടേഴ്സ് അതൊക്കെയാണ് ഓപ്പൺനെസ്, കോൺഷ്യൻഷ്യസ്നെസ്, എക്സ്ട്രോവേർഷൻ, അഗ്രിയബിൾനെസ് ആൻഡ് ന്യൂറോട്ടിസിസം. അപ്പോൾ നിങ്ങളുടെ ലെസൺ 3 പാർട്ട് 2 യൂണിറ്റ് 1 ലെസൺ 3 പാർട്ട് 2 ഇൻഡിവിജ്വൽ ഡിഫറൻസസിൻ്റെ വാല്യൂ ആഡഡ് നോട്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇമേജ് കാണാൻ വേണ്ടി പറ്റും. ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ തിയറിയുടെ ഓരോ ഫാക്ടറിന് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. അതിൻ്റെ ലോ സ്കോറും ഹൈ സ്കോറിലും ഉണ്ടാകുന്ന ആളുകളുടെ ബിഹേവിയറുള്ള വേരിയേഷൻസ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്. ഇതിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് December 2012, 15, June 2014 റിപ്പീറ്റഡ് ആയി വന്ന ക്വസ്റ്റ്യൻ ആണ്. Why do we need to assess the personality? What are the different projective techniques with the help of which personality can be assessed? അഥവാ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് എന്നുള്ളത്. നമ്മളുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് നല്ല രീതിയിലുള്ള അറിവ് നമുക്ക് ഉണ്ടാവുന്നത് നമ്മളെ സെൽഫ് അവെയർനെസ്സിനെ കൂട്ടുന്ന ഒരു ഫാക്ടറാണ്. അപ്പം അതിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രൊജക്റ്റീവ് ടെക്നിക്കുകളെ കുറിച്ചാണ്. പ്രൊജക്റ്റീവ് ടെക്നിക്കുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ പേഴ്സണാലിറ്റി അസസ്മെൻറ്റിനെ നിങ്ങൾ ഒന്ന് ഡിഫൈൻ ചെയ്യണം ഇൻട്രൊഡക്ഷനിൽ. അതുപോലെ തന്നെ പേഴ്സണാലിറ്റിയും ഒന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ പേഴ്സണാലിറ്റിയും കൂടെ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിച്ച് എഴുതിയാൽ മതിയാവും, അത് യൂസ് ചെയ്യാം. അപ്പോൾ പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താണ്, പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഓഫ് അസസ്മെൻറ്റ്, പേഴ്സണാലിറ്റി അസസ്മെൻറ്റിൻ്റെ ഒരു മെത്തേഡാണ്. നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തത് ലെസൺ 5 അതിൻ്റെ വാല്യൂ ആഡഡ് നോട്ട്സ് ഹൈ ക്വേ സ്റ്റുഡൻസ് ഇത് കേൾക്കുമ്പോൾ ഒന്നധികം ഓപ്പൺ ചെയ്ത് വെക്കണം, എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നാമത് പ്രൊജക്റ്റീവ് ടെക്നിക്കിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആംബിഗസ് ആയിട്ടുള്ള സ്റ്റിമുലൈ ആയിരിക്കും ഈ ഒരു ടെസ്റ്റുകളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ആയിരിക്കില്ല. നമ്മൾക്ക് അഥവാ ആരാണോ ടെസ്റ്റ് ചെയ്യുന്നത് ആ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഒരുപാട് ക്രിയേറ്റീവ് ഫ്രീഡം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് ടെസ്റ്റുകളാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ. ഇത് പൊതുവെ നമ്മളുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ ആരാണോ ചെയ്യുന്നത് അയാളുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള അബോധ മനസ്സിലുള്ള ഫീലിങ്സ്, നീഡുകൾ, ഇമോഷൻസ്, മോട്ടിവേഷൻസ് അല്ലെങ്കിൽ മോട്ടീവ്സ് ഒക്കെ എന്താണ് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് കൂടെയാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ എന്നുള്ളത്. അപ്പോൾ പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അൺകോൺഷ്യസ് ഫീലിങ്സിനെയും നമ്മുടെ ഇമോഷൻസിനെയും ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഈ പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആർ ബേസ്ഡ് ഓൺ ദ സൈക്കോ അനലിറ്റിക് വ്യൂ പോയിന്റ് ഓഫ് പേഴ്സണാലിറ്റി. പ്രധാനമായിട്ടും ഫ്രോയിഡിൻ്റെ സൈക്കോ അനലിറ്റിക് വ്യൂ പോയിന്റിൻ്റെ ബേസിലാണ് പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് അൺകോൺഷ്യസ് എന്ന് പറയുന്ന ടേമിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ആളാരാണ്? തീർച്ചയായിട്ടും ഫ്രോയിഡും അദ്ദേഹത്തിൻ്റെ തിയറിയുമാണ്, അല്ലേ? സൈക്കോ അനലിറ്റിക് വ്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അൺകോൺഷ്യസ് ആയിട്ടുള്ള മോട്ടീവ്സിനെ കണ്ടുപിടിക്കാൻ, അൺകോൺഷ്യസ് ആയിട്ടുള്ള പുറത്ത് ആളുകൾ പ്രകടിപ്പിക്കാത്ത അവരുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള നീഡുകളെ മനസ്സിലാക്കിയെടുക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്നുള്ളത്.
പക്ഷേ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് റിലയബിലിറ്റിയും വാലിഡിറ്റിയും വളരെ കുറവായിരിക്കും, പിന്നെ കൂടുതൽ സമയം എടുക്കുന്നതാണ്. കാരണം ആളുകൾ ചിലപ്പം അവരുടെ റെസ്പോൺസ് എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റണം എന്നില്ല. അവർ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിം ആൻസേഴ്സ് തന്നെ ഡിഫറെൻറ്റ് ഒക്കേഷനിൽ തന്നു വരില്ല. അപ്പോൾ അതൊക്കെ എന്താണ് അതിൻ്റെ ടെസ്റ്റിൻ്റെ ഒരു പ്രോബ്ലമായിട്ട്, ലോ റിലയബിലിറ്റിയും വാലിഡിറ്റിയും ഒക്കെ പ്രോബ്ലമായിട്ട് കൺസിഡർ ചെയ്യുന്നു. പിന്നെ മറ്റ് ടെസ്റ്റുകളെ കാണും, പേപ്പർ പെൻസിൽ ടെസ്റ്റുകളിൽ പോലെ അല്ലല്ലോ ഇത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ട് അത് ആൻസർ ചെയ്യുന്ന അത്ര ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം എന്നാണ്. പിന്നെ സ്പെസിഫിക് സ്കില്ലും ട്രെയിനിങ്ങും ഉള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഇതിൻ്റെ സ്കോറിങ് നടത്താൻ വേണ്ടി പറ്റുള്ളൂ. ആരെങ്കിലുമൊക്കെ പോയിട്ട് എന്തെങ്കിലും കിട്ടിയത് അയാൾ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിസിപ്പൻറ്റ് റെസ്പോണ്ട് ചെയ്ത് വായിച്ചിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോവും. അപ്പം ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ട് എന്താണ് ഇതിൻ്റെ സ്കോറിങ്ങിൽ ഇൻവോൾവ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യാൻ. ഇതിൻ്റെ രീതി നമ്മൾക്ക് നേരത്തെ പറഞ്ഞ രീതി തന്നെയാണ്. ആദ്യം ഒരു ഇൻട്രഡക്ഷൻ, പിന്നെ മെയിൻ ബോഡി, ദെൻ എ കൺക്ലൂഷൻ എന്നുള്ളത്. അപ്പോൾ ഇന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ബ്ലോക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സുകൾ ഇത് തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയാലും അടുത്ത ബ്ലോക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.